ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഓരോരുത്തൻ എന്ത് പ്രവർത്തിക്കുന്നുവോ ആ പ്രവൃത്തിക്ക് അനുസരണമായിട്ടുള്ളതായ അനുഗ്രഹമോ അല്ലെങ്കിൽ ശാപമോ എന്താണ് എന്നുള്ളത് അവന്റെ പ്രവൃത്തിക്ക് അനുസരണമായി ലഭിക്കും എന്നതാണല്ലോ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും മനുഷ്യൻ അവന് തിന്മയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന് കഷ്ടവും സങ്കടവും ദുഃഖവും കോപവും ക്രോധവുമായിരിക്കും അവനുണ്ടാകുന്ന അതിന്റെ റിസൾട്ട്. എന്നാൽ നന്മയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അവന് മഹത്വവും മാനവും സമാധാനവും നിത്യജീവനും ഉണ്ടാകും എന്നതാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്മിത്ത് വർക്കേഴ്സ് വർത്ത് എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വളരെയധികം ശോഭിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനേകരെ ദൈവത്തിങ്കലേക്ക് നടത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് സ്മിത്ത് വിക്കിൾസ് വർത്ത് എന്ന് പറയുന്ന അദ്ദേഹം. എന്നാൽ അദ്ദേഹം അപ്രകാരം ആയിരുന്നില്ല. ആദ്യം താന് വളരെയധികം ദുഷ്ടനും കോപിഷ്ഠനുമൊക്കെ ആയിരുന്നു എന്നതാണ് തന്നെക്കുറിച്ച് അതിനു മുമ്പുണ്ടായിരുന്നതായ സാക്ഷ്യം. എന്നാൽ തന്റെ ഭാര്യ അവർ വളരെയധികം ദൈവഭയമുള്ളതായ ഒരു സ്ത്രീയായിരുന്നു. പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മകൾക്കും ഒക്കെ പോവുകയും കർത്താവിനെ വളരെ സ്നേഹിച്ചും ആദരിച്ചും പോന്നിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു തന്റെ ഭാര്യ. ഒരിക്കല് അവര് ഒരു പ്രാർത്ഥന കഴിഞ്ഞ രാത്രിയിൽ വീട്ടിൽ വന്നപ്പോൾ ഈ കോപിഷ്ഠനായ അല്ലെങ്കിൽ ഈ ദുഷ്ടനായ ഈ മനുഷ്യൻ അവരെ വീടിന് പുറത്താക്കി കതകടച്ച് അപ്രകാരം ആ രാത്രി മുഴുവനും വീടിന് വെളിയിലാക്കുവാനിടയായി. വളരെയധികം തണുപ്പുള്ള ആ കാലാവസ്ഥയിൽ അവർ തണുത്ത് വിറച്ച് ആ വെളിയിൽ കഴിഞ്ഞുകൂടുവാൻ ഇടയായി തീർന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ തനിക്ക് എണീക്കുമ്പോൾ തന്നെ ചായ കിട്ടണം. ചായ കുടിക്കേണ്ട സമയമായി. താന് എണീറ്റ് കതക് തുറന്ന് നോക്കിയപ്പോൾ തണുത്ത് വിറച്ചു നിൽക്കുന്ന തന്റെ ഭാര്യ വളരെ സൗമ്യതയോടുകൂടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അടുക്കളയിലേക്ക് കയറി വരികയും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത നിലയിൽ അവർ അടുക്കളയിലേക്ക് കടന്നു എന്ന് ചായയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ട് ഇടയായിത്തു. ഇത് തന്റെ മനസ്സിന് വലിയ രൂപാന്തരം വരുത്തുവാനായിട്ട് ഇടയായിത്തു. താൻ വിചാരിച്ചു തന്റെ ഭാര്യയ്ക്ക് ഇത്രത്തോളം സ്നേഹമുണ്ടായെങ്കിൽ അവൾ കണ്ടെത്തിയ ആ ദൈവത്തിന്റെ സ്നേഹം എത്രത്തോളം വലുതാണ് എന്ന് താൻ കൂടുതൽ ചിന്തിക്കുകയും ദൈവത്തിന്റെ വചനം കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ കാൽവറി സ്നേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തു. അങ്ങനെ അദ്ദേഹം സ്മിത്ത് വിക്കിൾസ് വർത്ത് എന്ന് പറയുന്ന ഈ
വ്യക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പിന്നീട് തന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിട്ട് 19-ാം നൂറ്റാണ്ടിൽ അനേകരെ കർത്താവിങ്കലേക്ക് നേടിയെടുക്കുവാൻ ദൈവം ശക്തിയായി ഉപയോഗിച്ച ഒരു മിഷണറി ആയിരുന്നു അദ്ദേഹം. ഏതാണ്ട് 23 പേരെ മരണപ്പെട്ടവരെ താൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ കടന്നു ചെന്ന് പ്രാർത്ഥിച്ച് അവരിലേക്ക് വീണ്ടും ആ ജീവൻ പകരുവാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ദിവസം മരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ തനിക്കത് സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. താന് വളരെയധികം ദൈവസന്നിധിയിൽ നിലവിളിച്ച് ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിച്ച് അനന്തരമായിട്ട് പിന്നീട് തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് തന്റെ ഭാര്യയുടെ ആ മൃതശരീരത്തിലേക്ക് ജീവൻ തിരികെ വന്ന് അവർ ജീവനുള്ള ദേഹിയായി തീർന്ന അനുഭവമാണ്. എന്നാൽ അവർ എണീറ്റ് തന്നോട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളും സ്വർഗത്തിലേക്ക് തന്റെ ആത്മാവിനെ എടുത്തുകൊണ്ടുപോയ അനുഭവങ്ങളും എന്നാൽ അവിടെ ചെന്ന് കണ്ടതായ കാഴ്ചകളുമെല്ലാം വിവരിച്ചു. എന്നാൽ പിന്നെയും ആ ദൈവസ്നേഹം ഓർത്ത് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഏതായാലും തിരുസന്നിധിയിൽ ചേർത്തതാണല്ലോ, അതപ്രകാരം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വീണ്ടും തന്റെ ഭാര്യ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് 19-ാം നൂറ്റാണ്ടിൽ ദൈവം ശക്തിയായി ഉപയോഗിച്ച ഈ ദൈവദാസന്റെ അനുഭവമാണ്. അതെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായ വിശ്വാസത്തോടും ശക്തിയോടും കൂടെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അന്നും ഇന്നും എന്നും പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ നമ്മൾ എത്രത്തോളം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കാൽച്ചുവടുകൾ മുൻപോട്ട് വെക്കുമോ അത്രത്തോളം ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിപ്പാനും ദൈവിക വിടുതലുകൾ നമുക്ക് അനുഭവിപ്പാനും അത്ഭുതങ്ങളും അടയാളങ്ങളും അത് നമുക്ക് അനുഭവിപ്പാനും നമ്മുടെ പ്രാർത്ഥനകളിൽ മറ്റുള്ളവരിലേക്ക് അത് പകരപ്പെടുവാനായിട്ടും അത് കഴിയുന്നു എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ അവിശ്വാസത്തിന്റെ ഫലമായിട്ട് അത് സംഭവിപ്പാനായിട്ട് തടസ്സം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ദൈവമാണ്. ആ ഉയർപ്പിന്റെ ശക്തി എത്രത്തോളം മനുഷ്യൻ ഏറ്റെടുക്കുവാൻ തയ്യാറാണോ അത്രത്തോളം ആ ശക്തി നമ്മളിലേക്ക് അവിടുന്ന് പകർന്നുകൊണ്ടേയിരിക്കും. അതേ പ്രിയമുള്ളവരെ, ചില പ്രയാസ പ്രതികൂലങ്ങളിൽ നാം അവിശ്വസിക്കുകയല്ല, അധൈര്യപ്പെടുകയല്ല. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് എത്രയധികം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാമോ, നല്ല കാര്യങ്ങൾ ചെയ്യാമോ, അതെ ദൈവത്തിന്റെ വചനത്തിൽ എത്രത്തോളം അത് ആഴ്ന്നിറങ്ങാമോ, ആ വ്യക്തി ജീവിതത്തിന്റെ അടുക്കലേക്ക് അവിടുന്ന് കടന്നു വരുന്ന ദൈവമാണ്. ഇവിടെ നമ്മൾ കണ്ടതുപോലെ നന്മ പ്രവർത്തിക്കുന്നവന് അതിൻ്റെതാകുന്ന മഹത്വവും മാനവും സമാധാനവും നിത്യജീവനും, സർവോപരി നിത്യജീവൻ. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവന് ലഭിക്കുന്ന ഓഹരിയും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് ഈ വാക്യങ്ങളിൽ കഴിഞ്ഞല്ലോ. അതെ, ദൈവത്തിന്റെ പക്കൽ നിന്ന് സമാധാനവും സന്തോഷവും സൗഖ്യവും വിടുതലും അനുഭവിച്ചുകൊണ്ട് നിത്യജീവനായി നമുക്ക് വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം
പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു.